അയ്യപ്പ ചേട്ടാ, ചില ഇത്തിൽ കണ്ണികൾക്ക് അറിയേണ്ട പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറിനെതിരെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മക്കളും പ്രതികരിക്കുന്നില്ല. ഇവരെന്തിനു ക്ഷമിക്കണം? ഇവർക്ക് അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെതിരെ എന്തെങ്കിലുമൊക്കെ ഇവരുടെ വായിൽ നിന്ന് വരണം, ഇതാണ് ആഗ്രഹിക്കുന്നത്. ഇത് സംബന്ധിച്ച് മറിയ ഉമ്മനെ അല്ലെങ്കിൽ മകളെയും കാണുന്നുണ്ട്, ഭാര്യയെയും കാണുന്നുണ്ട്, മകനെയും കാണുന്നുണ്ട്. ഇന്നിപ്പോ നമ്മൾ കാണുന്നൊരു വാർത്തയാണ്. പത്തനാപുരത്ത് കെ ഗണേഷ് കുമാറിനെതിരെ മത്സരിക്കുന്നത് ജ്യോതികുമാർ ചാമക്കാലയാണ്. അപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി, കോൺഗ്രസ് പ്രതിനിധിക്ക് വേണ്ടി മറിയ ഉമ്മൻ പ്രചരണത്തിന് ഇറങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ മാധ്യമ പ്രവർത്തകർ ഗണേഷ് കുമാറിനെതിരെ എന്തെങ്കിലും പറയുമോ എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അമ്മ ക്ഷമിച്ചതുപോലെ മക്കളും ക്ഷമിക്കുമോ എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഇതിന് മറിയ ഉമ്മന്റെ രസകരമായിട്ടുള്ള മറുപടിയും നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരിക്കാം ആ ഒരു പത്തനാപുരത്തെ മുഖമെന്ന് പറയുന്നത്? ഗണേഷ് കുമാർ ജനങ്ങൾ പകരം ചോദിക്കുമോ? അല്ല, ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഗണേഷ് കുമാർ എന്ന് പറയുന്ന പത്തനാപുരത്തെ MLA ചെയ്യാവുന്നതിന് പരമാവധി കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് പാർട്ടിക്കാർ പോലും പറയുന്നത്. പിന്നെ ഒരു വേള ഈ കോൺഗ്രസ്സുകാർ തന്നെ കൊണ്ടു നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ ഗണേഷ് കുമാർ. അദ്ദേഹം അന്ന് നിൽക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയിലാണ്. പിന്നെ എങ്ങനെ ജയിക്കാമെന്ന് ഇത്രയധികം PhD എടുത്ത വേറൊരാൾ കേരളത്തിലെ മറ്റ് നിയോജക മണ്ഡലത്തിൽ വേറെ ഉണ്ടാവില്ല. കാര്യം ആളെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിനെ പോലെ കഴിവ് വേറെ ആർക്കും ഇല്ല. എങ്കിലും ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, ജ്യോതികുമാർ ചാമക്കാല എന്ന കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ ഉണ്ട് എന്നാണ് സത്യം. എവിടെ ആ മണ്ഡലത്തിലുണ്ട്. പത്തനാപുരത്ത് അദ്ദേഹം സ്ഥിരതാമസക്കാരനാണ്. ചെയ്യാവുന്ന വർക്കുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക, ഈ കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് ഇങ്ങനെയായിരുന്നു. CR മഹേഷ് അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ CPIക്കൊക്കെ അവിടെ ജയിച്ചിട്ടുണ്ട്. C ദിവാകരൻ വരെ ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. C ദിവാകരൻ എന്ന CPIയുടെ വലിയൊരു നേതാവാണ്, തിരുവനന്തപുരത്തുകാരനാണ്. അവിടെ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ വേരുകളുള്ള സ്ഥലമാണ്. CPM-നും CPIക്കും വേരുള്ള സ്ഥലമാണ് ഈ കരുനാഗപ്പള്ളി. അവിടെയാണ് CR മഹേഷ് തോൽക്കുന്നു, പിന്നെയും തോൽവി വരുന്നു. ഈ തോൽവിയിൽ അദ്ദേഹം പിന്നെയും ഒരു എന്താ പറയുക ശുഭാപ്തി വിശ്വാസത്തോടെ പിന്നെയും അവിടെ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് ജയിക്കുന്നു. ഇപ്പോൾ CPM-നോ CPIക്കോ ഇടതുപക്ഷത്തിനോ ആ സീറ്റ് കിട്ടാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു വർക്ക് ആയിക്കൂടെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും പോസിറ്റീവായി കാണാം. അദ്ദേഹം ഒന്ന് ശ്രമിക്കട്ടെ. തീർച്ചയായും ആ ഒരു രീതി തന്നെയാണ്. പക്ഷെ പത്തനാപുരം മണ്ഡലം എടുക്കുന്ന സമയത്ത് ഈ വികസന പദ്ധതി അല്ലെങ്കിൽ ആ രീതിയിലാണെങ്കിലും പത്തനാപുരത്തിന്റെ ആ ഒരു പേര് പലപ്പോഴും പത്തനാപുരത്തിന്റെ മന്ത്രി അങ്ങനെ രീതിയിൽ ഗണേഷ് കുമാർ വാർത്താ പ്രാധാന്യം കിട്ടിയ ഒരു മന്ത്രിയായിരുന്നു. അത്തരത്തിലൊരു പ്രാധാന്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്കും ഒരു പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനം തെറ്റായി പോയി, ഇയാൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയുന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെതായ ചില പ്രതികരണങ്ങൾ, ഇതൊക്കെ പത്തനാപുരത്തുകാർക്ക് അയാളോടൊരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു അടുപ്പക്കുറവ് തോന്നി തുടങ്ങി എന്നുള്ള ഒരു സത്യാവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് മാറ്റം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പൊതുവെ കാണുന്ന കുറച്ചധികം വികസന പദ്ധതികളല്ലാതെ ആ ഒരു പത്തനാപുരം എന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഗണേഷ് കുമാറിന് എതിർപ്പുള്ള വശങ്ങളുമുണ്ട്. ഇദ്ദേഹത്തിന് ഈ 5 വർഷത്തിന് മുൻപേ കിട്ടിക്കൊണ്ടിരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ മന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം അത്തരം കമ്മ്യൂണിറ്റി വോട്ടുകളൊക്കെ കുറഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇതിനു മുമ്പ് ഇവിടെ തന്നെ ചർച്ച ചെയ്ത ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരാള് ഇദ്ദേഹത്തിന് ഈ നായർ സമാജവുമായി ബന്ധപ്പെട്ട വോട്ടുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇയാൾക്ക് എപ്പോഴും കിട്ടുമെന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ പത്തനാപുരത്തിന്റെ ഗണേഷ് കുമാറിന്റെ നായർ സമാജത്തിൽ അതേ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ആ കമ്മിറ്റിക്കകത്തുള്ള ഒരാൾ എന്നോട് സംസാരിക്കുകയുണ്ടായി. നിങ്ങൾ പറഞ്ഞൊരു കാര്യം തെറ്റാണ്, അങ്ങനെ ഒരു സപ്പോർട്ട് ഗണേഷ് കുമാറിന് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല എന്നുള്ളതാണ്. അത്രയധികം പ്രശ്നങ്ങൾ ആ കമ്മ്യൂണിറ്റി വിഭാഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കാണുന്നത് ഗണേഷ് കുമാറിന്റെ അല്ലെങ്കിൽ ആ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പദ്ധതികളെ പറ്റിയിട്ടും പുതിയ ഉദ്ഘാടനങ്ങളെ പറ്റിയും പുതിയ അറിയിപ്പുകളെ പറ്റിയും നമ്മൾ കാണുന്ന സമയത്ത് ഇത്തരം കമ്മ്യൂണിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഇത്തരം കമ്മ്യൂണിറ്റീസുകളുടെ ഇടയിൽ ഇയാൾക്ക് കിട്ടിയ ആ വോട്ട് തകരാനുള്ള ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊരു ബേസ് അല്ലെങ്കിൽ റൂട്ട് വഴി നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളോട് ഉടലെടുക്കുന്നുണ്ട്. പിന്നീടൊരു വികാരം ആണ് ഈ ഉമ്മൻചാണ്ടിയുടെ പ്രശ്നം അവിടേക്ക് എത്തുന്ന സമയത്ത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഉമ്മൻചാണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ഇവൻ ഇങ്ങനെ പറഞ്ഞതല്ലേ, ഉമ്മൻചാണ്ടിയുടെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നില്ല? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ചേട്ടാ, ഇവരിപ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതിനേക്കാട്ടിൽ ഉപരി ഒരു ഓളമാണ് ഇവർ പറയാതിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ജനങ്ങൾക്ക് മുൻപിലേക്ക് വിട്ടുകൊടുക്കുകയാണ്, ജനവിധിക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. നമുക്കൊരു പരിധിയിൽ കൂടുതൽ ഒരാളോട് വിദ്വേഷവോ വെറുപ്പോ ഒന്നും കൊണ്ട് നടക്കാൻ സാധിക്കില്ലല്ലോ.
അതും അയാള് അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പോലും ഇദ്ദേഹത്തിന് എതിരെ ഉണ്ടായ പലരോട് ക്ഷമിച്ചത് നമ്മൾ പൊതുവേദിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കല്ലേറ് കിട്ടിയ ആളോട് വരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് അപ്പൊ അയാളുടെ ഭാര്യയും മക്കളും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മരണശേഷം മറ്റൊരാളുടെ മുഖത്ത് കരിവാരി തേക്കാൻ പോകുന്നത്? അവരതിനെ മറികടന്ന ഒരു സ്ഥിതിയിലേക്കാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? പത്തനാപുരത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് ജനവിധിക്കായി കൊടുക്കുന്നു. KB ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയോട് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന്, അല്ലെങ്കിൽ ആ ഒരു നീതിക്ക് വേണ്ടി നിങ്ങളാണ് അദ്ദേഹത്തെ അവിടെ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട അത്തരം ഒരു തീരുമാനം ജനവിധിക്ക് വേണ്ടി അവിടെ ഇട്ടുകൊടുക്കുന്നു. അതിന്റെ ഒരു മുന്നോടിയായിട്ടെന്ന രീതിയിലാണ് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി മറിയ ഉമ്മന്റെ ആ ഒരു പ്രചരണം നടത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതുപ്പള്ളിയിലെ മറിയ ഉമ്മന്റെ ആ ഒരു സാന്നിധ്യം മാത്രമായിരിക്കും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും പത്തനാപുരത്തേക്ക് വരുന്നത് ഒരു തുടക്കമായിട്ടാണ്. പിന്നെ എല്ലാ പ്രതിനിധികളും എല്ലാ സ്ഥാനാർത്ഥികളും കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ തൊട്ട് തൊഴുതിട്ട് തന്നെയാണ് പ്രചരണങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ അവിടേക്ക് വരുന്നത്. അത് കോൺഗ്രസിന്റെ ഒരു തിരിച്ചു വരവിന്റെ സൂചന എന്ന വണ്ണമായിരിക്കാം. പക്ഷേ പത്തനാപുരത്തിന്റെ അന്തരീക്ഷം നമുക്കങ്ങ് പൂർണ്ണമായും ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഒരു 80% ഭൂരിപക്ഷം അങ്ങനെയൊന്നും പറയാറായിട്ടില്ല. അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കുമാറിന്റെ ഒരു വശം ഇപ്പോഴും അവിടെ ഉണ്ട്. അതൊരു നീണ്ട കാലയളവിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെയോ അല്ലെങ്കിൽ അണികളുടെയോ ഒക്കെ ആയിരിക്കാം അത്തരം ഒരു ബലം ഗണേഷ് കുമാറിന് അവിടെ ഉണ്ട്. അതേപോലെ ജ്യോതികുമാർ ചാമക്കാലയെ നമുക്ക് അങ്ങനെ നിസാരനായി ഒന്നും കാണാനും സാധിക്കില്ല. അല്ല, ഇതില് ഈ മറിയ ഉമ്മനെ അവിടെ കൊണ്ടുവന്നില്ലേ, ആ കൊണ്ടുവന്നതിനകത്ത് ശരിക്കും അങ്ങനെ ഇത്തരത്തിൽ പറയിക്കാനായിട്ടുള്ള ഒരു ടാസ്കോടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയയോടെ ജ്യോതികുമാർ ചാമക്കാലയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ അവിടെ കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് അവർ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. തീർച്ചയായിട്ടും അത് പത്രപ്രവർത്തകർ ചോദിച്ചതാണോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ് ചോദിപ്പിച്ചതാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും വളരെ ബുദ്ധിപരമായിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞുങ്ങളാണ്, ഉമ്മൻചാണ്ടിയുടെ മക്കളാണ്. അദ്ദേഹം എങ്ങനെയാണ് അറിയാമല്ലോ, അദ്ദേഹം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കൊണഷ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത്. ഇതൊക്കെ വെറുതെ ചൊറി ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് നെഗറ്റീവ് എഫക്റ്റും ഉണ്ടാക്കാൻ പറ്റും. ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഇത് നെഗറ്റീവായിട്ട് ഇഫക്റ്റ് ആവും. എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ മകളെ പർപ്പസ്ഫുള്ളി അവിടെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന ഗണേഷ് കുമാറിനെതിരെ വ്യക്തിഹത്യ നടത്താൻ കൊണ്ടുവന്ന് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള അതിനകത്തൊരു കാര്യം മനസ്സിലാക്കാനുള്ളതെന്ന് അറിയാവോ? അൾട്ടിമേറ്റായിട്ട് ഈ നേതാക്കൾ തമ്മിൽ രാഷ്ട്രീയത്തിനപ്പുറം ഒരു ബന്ധമുണ്ട്. ഇപ്പോൾ ഈ ജ്യോതികുമാർ ചാമക്കാലയും ഗണേഷ് കുമാറും ശത്രുക്കളൊന്നുമല്ല, ഗോതയിൽ അടികൂടുന്നവരൊന്നുമല്ല. നമ്മൾ വ്യക്തിഹത്യ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഇലക്ഷൻ സമയത്ത് ഉപയോഗിക്കുന്നത് അതൊരു മെറിറ്റായിട്ട് കാണാനും പാടില്ല എന്നാണ് എൻ്റെ ഒരു ചെറിയ നിരീക്ഷണത്തിൽ തോന്നിയിട്ടുള്ളത്. കാര്യം അൾട്ടിമേറ്റ് ഇവരൊക്കെ ഒന്നാണ്. അതുകൊണ്ടാണ് ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ പാമോയിൽ കേസ് മുതൽ വേട്ടയാടിയ പാർട്ടിയാണ് CPM എന്ന് പറയുന്ന പാർട്ടി. അവസാനം ഈ പറയുന്ന ഒരു സ്ത്രീയുമായി ചേർത്ത് കഥയുണ്ടാകുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ കോൺഗ്രസ്സുകാർ നോക്കിയതിനേക്കാൾ ഈ മുഖ്യമന്ത്രി നോക്കിയെന്ന് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞിട്ടുണ്ട്. ആര്? ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഒരു വ്യക്തിബന്ധം, ഇപ്പൊ നമ്മൾ വേറെ വേറെ ചേരിയിൽ നിൽക്കുന്നവരായിരിക്കും, എന്തായാലും വ്യക്തികൾ തമ്മിലൊരു ഇഴയെടുപ്പമുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. അത് പൊതുസമൂഹത്തിന് അറിയാത്തത് കൊണ്ടല്ല. അപ്പൊ എങ്ങനെയും അതിന് തുടക്കമിട്ട് വെച്ച് ഈ വ്യക്തിബന്ധത്തിന് വിള്ളലുണ്ടാക്കിയതിന് തുടക്കമിട്ട ഗണേശൻ തന്നെയാണ്, ഈ ഗണേഷ് കുമാർ തന്നെയാണ്. കാര്യം ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ ഒരു മണ്ഡലം പിടിക്കേണ്ടത് ഒരു രാഷ്ട്രീയക്കാരന്റെ ദൗത്യമല്ല. അദ്ദേഹത്തിനെ സിൻഡിക്കേറ്റ് അംഗമാക്കിയിട്ടുണ്ട്, പാർട്ടി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് താമസക്കാരനായിട്ട് പോലും നമ്മളിപ്പോൾ CR മഹേഷിന്റെ കഥ പറഞ്ഞ പോലെ അദ്ദേഹം അവിടെ വീട് താമസിക്കുന്നു, അദ്ദേഹത്തിന്റെ ആവശ്യമല്ലേ. അപ്പോൾ അതിന് അദ്ദേഹത്തിന് ചരമ വീടുകളിൽ അദ്ദേഹം പോകുന്നതിന്, കല്യാണ വീടുകളിൽ അദ്ദേഹത്തിന്, അവിടെ ഗണേഷ് കുമാറാണ് അദ്ദേഹത്തിനുള്ള അടി അദ്ദേഹം തന്നെ വാങ്ങിച്ചു പിടിച്ചതാണ്. പക്ഷെ നേരെ തിരിച്ച് ഇത്തരത്തിൽ മറിയാമ്മ ഉമ്മനെ കൊണ്ടുവന്നിട്ട് ഉമ്മൻചാണ്ടിയെ പറഞ്ഞതിനെ കുറിച്ച് ഗണേശനെ പിന്നെ എന്താ അധിക്ഷേപിക്കാനായിട്ട് കൊണ്ടുവന്ന് നോക്കി അതൊന്ന് പ്രേരിപ്പിച്ചുവെങ്കിൽ അത് തെറ്റാണ്. ഗണേഷ് കുമാർ തന്നെയല്ലേ. പക്ഷെ അതേപോലെ നമ്മൾ ആവണമെന്നുണ്ടോ? ഇപ്പൊ അദ്ദേഹം ഇപ്പൊ ഒരാളൊരു തെറ്റ് കാണിച്ചാൽ അതുപോലെ നമ്മൾ കാണിക്കണം. ഈ ഒരു ചോദ്യത്തിലേക്ക് തുടക്കം കുറിച്ചത് ഗണേഷ് കുമാർ ആയിരുന്നു. പക്ഷെ ആ ചോദ്യത്തിന് അവിടെ നിലവാരം ആരുടെ നമ്മൾ ആ നിലവാരം നമ്മൾ അവിടെ ഇവര് തിരിച്ച് റിപ്ലൈ കൊടുത്തില്ലല്ലോ. ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാല എന്ത് വന്നാലും ഗണേശന്റെ നിലവാരത്തെക്കാളും നിലവാരത്തിൽ നിൽക്കുന്നത് തീർച്ചയായും ഉമ്മൻചാണ്ടി, ആ നിലവാരം ജനം നോക്കും. ഉമ്മൻചാണ്ടിയെ പറ്റിയിട്ട് ഒരു പരാമർശം പറഞ്ഞിട്ടുള്ളത് KB ഗണേഷ് കുമാർ ആയിരുന്നു, തന്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു. അതിന്റെ പിന്നാലെയാണ് സോളാർ കേസും ബാക്കി വിവരങ്ങളും എല്ലാം ഇങ്ങനെ ചോദ്യങ്ങളിലേക്ക് വന്നത്. അതിനുശേഷമാണ്
ഗണേഷ് കുമാറിനോട് ക്ഷമിക്കുമോ ഇതിനു മുമ്പ് ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അതിനെ ഗണേഷ് ഞാൻ കുമാർ പറഞ്ഞില്ലേ, അതായത് ഇതിന്റെ തുടക്കം ഇട്ടത് ഗണേഷ് കുമാറാണ്. പക്ഷെ അതുപോലെ ആകാൻ ജ്യോതികുമാർ ശ്രമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അയാൾ അയാളുടെ നിലവാരം കാണിച്ചോ? അവരാരും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. മാധ്യമങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾ അത് ചെയ്യും. നമ്മൾ ഇന്നലെ സുധാകരന്റെ വിഷയം കണ്ടല്ലോ, മാധ്യമങ്ങൾ ഏറി ഇന്നുകൊണ്ട് ഓരോന്ന് സൃഷ്ടിച്ച് വിട്ടത് കണ്ടല്ലോ. ഫലത്തിൽ അദ്ദേഹത്തിന് ഒന്നുമല്ല തിരിച്ചു വരേണ്ടി വന്നില്ലേ? അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഇത്രയേ ഉള്ളൂ, ഇവർ അൾട്ടിമേറ്റ് ആയിട്ട് വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാണ് എല്ലാവരും തന്നെ. അങ്ങനെ ആ രാഷ്ട്രീയത്തിന് അതീതമായോ അല്ലെങ്കിൽ ഏതിനും അതീതമായി വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുമ്പോൾ ജയിക്കാനായി എന്ത് നാറിയ കളിയും ആരെങ്കിലും കാണിക്കുന്ന കണ്ട് ജ്യോതികുമാർ കാണിക്കാൻ പോലും. പിന്നെ ഒന്നുകൂടെ ഇതിൽ എനിക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഇദ്ദേഹത്തിന്റെ അച്ഛൻ പ്രഗത്ഭനായിരുന്നു. ആരുടെ? ഗണേഷ് കുമാറിന്റെ അച്ഛൻ അതിപ്രഗത്ഭനായിരുന്നു. അദ്ദേഹം കൊട്ടാരക്കരയിൽ രാജാതി രാജയായിരുന്നു അല്ലെ? ഈ രാജാതി രാജയെ ആയിഷ പോറ്റിയല്ലേ തൂക്കി തറയടിച്ചത്? അതുകൊണ്ട് ആരും ചെറുതൊന്നും കാണണ്ട. ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാല ജയിക്കില്ലെന്നോ അദ്ദേഹത്തിന് വോട്ട് കിട്ടില്ലെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ജനം ഇപ്പോഴും നമ്മൾ പറഞ്ഞു രാഷ്ട്രീയ കാലാവസ്ഥയാണ്, എപ്പോ വേണോ മാറി പറയാം. ഇപ്പൊ ഗണേഷ് കുമാർ അവിടെ ഗണേഷ് കുമാർ ഇങ്ങനെ ഇത്രയും വിരാജിച്ച് കിടക്കുന്നു. എന്തെങ്കിലും ഒരു പണി തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും? ജയിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം വരെ ഉള്ളതാണ്. വോട്ട് എണ്ണി തീരുന്നവരെ ഉള്ളത്. അത് ഒരു വോട്ടായാലും 5 വോട്ടായാലും അവിടെ നമുക്ക് പറഞ്ഞ് തള്ളി പറയാൻ കഴിയില്ല. പക്ഷെ അത് വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ നാറിയ കളികൾ ആരുടെ തലയിൽ ഉദിച്ച് മറിയാമ്മ ഉമ്മനെ കൊണ്ടുവന്നത് നല്ല ചിന്തയോടെ കൊണ്ടുവരണമായിരുന്നു. 10 വോട്ട് കൂടുതൽ ഇട്ടുള്ള ചിന്തയോടെ വരേണ്ടതായിരുന്നു. അല്ലാതെ മറ്റേ അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് ഇദ്ദേഹം താരാൻ പോയി എന്നുണ്ടെങ്കിൽ ഏത് ചിന്തയിലൂടെ കൊണ്ടുവന്നത് നമുക്ക് ഇപ്പൊ പൂർണ്ണമായി പറയാറായിട്ടില്ല. അത് പ്രവർത്തകർ എനിക്കത് കണ്ടിട്ട് മറിയ ഉമ്മൻ ഇതിനു മുമ്പും പ്രചരണങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ പ്രചരണങ്ങൾ പോലെ തന്നെയാണ് ആയിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ പിന്നിൽ ബിഗൈൻഡ് ദ കർട്ടൻ കളിച്ചത് ആരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അല്ല, അത് രണ്ട് രീതിയിൽ നമുക്ക് ഇങ്ങനെയൊന്നും നമുക്ക് പരാമർശിച്ച് വെക്കാൻ പറ്റില്ല. എന്തായാലും മറിയ ഉമ്മൻ വളരെ വിദഗ്ധമായി തന്നെയാണ് ആ ചോദ്യങ്ങൾ കൈമാറിയത്. മകളല്ലേ, അവർക്കറിയാം. ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി പത്തനാപുരത്തെ എങ്ങനെയാണ് മുഖമെന്നുള്ളത് പിന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. നമുക്ക് തുടർന്ന് ഈ വിഷയം ചർച്ച ചെയ്യാം.